വളരെ വിവാദമായേക്കാൻ സാധ്യതയുള്ള ഒരു പ്രസംഗം കോഴിക്കോടുണ്ടായി. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി പി.കെ. കുഞ്ഞനന്ദൻ്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചു മുസ്ലിം ലീഗ് നേതാവ് കെ.എം. ഷാജി. ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസ് CPM ഉന്നത നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണി കുഞ്ഞനന്ദനായിരുന്നു. രഹസ്യം ചോരുമോ എന്ന ഭയം വന്നപ്പോഴാണ് കൊന്നവരെ കൊല്ലുന്നത്. എന്നാൽ കൊലക്കേസിലെ 3 പേരെ കൊന്നത് CPM ആണെന്നും കെ.എം. ഷാജി ആരോപിച്ചു. മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിം ലീഗ് മുനിസിപ്പൽ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കെ.എം. ഷാജി. കുഞ്ഞനന്ദൻ മരിച്ചത് ഭക്ഷ്യവിഷബാധയെ തുടർന്നാണ്. കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കുറച്ചാളുകളെ കൊല്ലാൻ വിടും, അവർ കൊന്നുകഴിഞ്ഞ് വരും. കുറച്ചു കഴിഞ്ഞ് ഇവരിൽ നിന്നും രഹസ്യം ചോർന്നേക്കുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും. ഫസൽ കൊലപാതക കേസിലെ 3 പേരെ കൊന്നത് CPM ആണ്. ഷുക്കൂറിന്റെ കൊലപാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതി ആത്മഹത്യ ചെയ്ത വിധത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ചന്ദ്രശേഖർ കൊലപാതക കേസിൽ നേതാക്കന്മാരിലേക്ക് എത്താൻ കഴിയുന്ന ഏക കണ്ണി അത് കുഞ്ഞനന്ദനാണ്. വളരെ പ്രകോപനപരമായിരുന്നു ഈ പ്രസംഗം. സമീർ ബിൻ ഖരീം വിശദാംശങ്ങളുമായി ചേരുന്നു മലപ്പുറത്തു നിന്ന്. സമീർ, ഗുഡ് മോർണിംഗ്. സമീർ, ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ആവേശം കലർന്ന പ്രകോപനപരമായ ഒരു പ്രസംഗം കെ.എം. ഷാജി അവിടെ ചെയ്തത്? വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഈ ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട ടി.പി. വധക്കേസ് വീണ്ടും സജീവമായ ഒരു ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ചർച്ചയാകുന്ന ഒരു ഘട്ടത്തിലാണ് ഈ കെ.എം. ഷാജി ഒരു ആരോപണമായി രംഗത്തെത്തിയിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് കണ്ണൂരിൽ CPM കൊലപ്പെടുത്തിയിട്ടുള്ള എല്ലാ കൊലപാതകങ്ങളിലും ഏറ്റവും ഒടുവിൽ പ്രതികൾ കൂടി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഈ കെ.എം. ഷാജിയുടെ ആരോപണമായി വരുന്നത്. അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ആരാണോ കൊല്ലാൻ വിട്ടത് അവരെ കൂടി ഈ പ്രതികൾ അവരുടെ പേര് കൂടി പറയുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളത് ഭയന്നാണ് ഇത്തരം ഒരു കൊലപാതകം നടക്കുന്നത് എന്നുള്ളതും കെ.എം. ഷാജി പറയുന്നു. അതിന് ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പി.കെ. കുഞ്ഞനന്ദന്റെ മരണമാണ്. 2020-ലാണ് പി.കെ. കുഞ്ഞനന്ദൻ മരിക്കുന്നത്. ഈ ഒരു മരണം ഭക്ഷ്യവിഷബാധയായിരുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ ചർച്ച എന്ന് കെ.എം. ഷാജി പറയുന്നു. എന്നാൽ അങ്ങനെയല്ല, ഈ ടി.പി. കേസുമായി ബന്ധപ്പെട്ട് ഉന്നതരിലേക്കുള്ള ഏക കണ്ണി ഈ പി.കെ. കുഞ്ഞനന്ദനായിരുന്നു. അങ്ങനെ ഉന്നതരുടെ പേര് ഇദ്ദേഹം പി.കെ. കുഞ്ഞനന്ദൻ പറയുമോ എന്ന് ഭയന്നാണ് കുഞ്ഞനന്ദനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഈ കെ.എം. ഷാജി ഒരു ആരോപണമായി ഉന്നയിക്കുന്നത്. ഫസൽ കൊലപാതക കേസിലും 3 പേരെ കൊന്നതും CPM ആണ് എന്നുള്ളതുമാണ് നിലവിൽ കെ.എം. ഷാജിയുടെ ആരോപണമായി വരുന്നത്. മലപ്പുറം കൊണ്ടോട്ടിയിൽ മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച മുസ്ലിം യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിലാണ് കെ.എം. ഷാജി ഇത്തരത്തിലൊരു വിവാദ പരാമർശം നടത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരം ഒരു ആരോപണത്തിലൂടെ ടി.പി. കേസ് വീണ്ടും സജീവമായി നിലനിർത്താനുള്ള കെ.എം. ഷാജിയുടെ രാഷ്ട്രീയ ആയുധം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം കൂടി ഇതിലുണ്ട് എന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തൊക്കെ അലയൊലികൾ ഉണ്ടാകുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഓക്കെ, താങ്ക് യു. എന്തായാലും ഈ ആരോപണത്തിൻ്റെ അടുത്ത പുറം എന്തായിരിക്കുമെന്നും കാത്തിരുന്ന് കാണാം. കാര്യം വളരെ ഒരുപാട് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആരോപണമാണ് കെ.എം. ഷാജി പ്രസംഗത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്.